Hi dears, it's me Zain Lavdeen from MS Solutions. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SLC വിദ്യാർത്ഥികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പലർക്കും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് ട്രിഗ്നോമെട്രി, ത്രികോണമിതി നമുക്ക് ഓണപരീക്ഷയിലേക്ക് ചോദ്യം ഉണ്ടാവുമോ? പലരുടെയും ചോദ്യങ്ങൾ ഇന്നിങ്ങനെ ഞാൻ കണ്ടു. പലരും ചോദിച്ചിട്ടുണ്ട് ത്രികോണമിതി, നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് മക്കളെ യാഥാർത്ഥ്യം? ത്രികോണമിതിയിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മക്കളെ നിങ്ങൾ നോക്കൂ, നമുക്ക് ഓരോ വർഷവും എന്താണ് പഠിക്കാനുള്ള സ്കീം ഓഫ് വർക്ക് സർക്കാർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ മാത്തമാറ്റിക്സിലെ എന്താണ് ഓരോ മാസത്തിലും ചാപ്റ്റേഴ്സ് പഠിച്ചു പോകേണ്ട ഒരു സ്കീം ഓഫ് വർക്കാണ് മക്കളെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ സമാന്തര ശ്രേണി എന്ന ചാപ്റ്റർ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണ് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ 20 പീരീഡ് എടുത്തിട്ടാണ് സമാന്തര ശ്രേണികൾ പഠിപ്പിക്കുന്നതെങ്കിൽ വൃത്തങ്ങൾ പഠിപ്പിക്കാൻ അതേപോലെ വൃത്തങ്ങൾ പഠിക്കാൻ 18 പീരീഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ഇത് എന്താണ് കറക്റ്റ് സ്കീം ഓഫ് വർക്കായിട്ട് എല്ലാ സ്കൂളിലേക്കും ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു എന്താണ് സർക്കുലർ ആണ്, ഒരു PDF ആണ്. നോക്കൂ, ജൂലൈ മാസത്തിൽ വൃത്തങ്ങൾക്ക് പുറമെ എന്താണ് സാധ്യതകളുടെ ഗണിതം 5 പീരീഡിൽ എടുക്കണം. 5 പീരീഡ് കൊണ്ട് തീരാവുന്ന ചാപ്റ്ററാണ് സാധ്യതകളുടെ ഗണിതം, നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ആഗസ്റ്റ് മാസത്തിൽ മക്കളെ ഏതൊക്കെയാ പഠിക്കേണ്ടത്? രണ്ടാം കൃതി സമവാക്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാം കൃതി സമവാക്യങ്ങൾ 10 പീരീഡാണ് എടുക്കേണ്ടത്. അതുപോലെ എന്താണ് ത്രികോണമിതി ആഗസ്റ്റ് മാസത്തിൽ 11 പീരീഡ് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഈ ആഗസ്റ്റ് മാസം എന്താണ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ 20ഉം 18ഉം 5ഉം 10ഉം 11ഉം ടോട്ടല് 64 പീരീഡുകൾ കൊണ്ട് എന്താണ് ഏകദേശം ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ചാപ്റ്റർ എന്താണ് സെപ്റ്റംബറിൽ ഒരു 5 പീരീഡ് എടുക്കാനുള്ളൂ. അപ്പൊ ആഗസ്റ്റ് മാസത്തിൽ ത്രികോണമിതിയും എടുക്കേണ്ടത്. ഈ ഒരു സ്കീമിനനുസരിച്ചാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. സാധാരണ ഓണപരീക്ഷ ഓഗസ്റ്റ് മാസത്തിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത് സെപ്റ്റംബർ മാസത്തിലാണ് ഓണപരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ട്രിഗ്നോമെട്രിയിൽ ത്രികോണമിതിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമോ? ഏകദേശം നമുക്ക് എങ്ങനെ പറയാം, ഒരു പക്ഷേ ത്രികോണമിതിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മക്കളെ, കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ മക്കളെ, ഇതാ നോക്കൂ, നമ്മുടെ 2018 ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും 38 മാർക്കിന് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 38 മാർക്കിന് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിൽ 13-15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദെൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമുക്കറിയാലോ, 29ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോംപ്രഹെൻസീവ് ടൈപ്പ് ജനറൽ ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ നമ്മളെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളാവും, അല്ലെങ്കിൽ മുമ്പേ പഠിച്ച ഭാഗങ്ങളൊക്കെ ആവാം. ഇങ്ങനെയാണ് 2018 ചോദിച്ചിട്ടുള്ളത്. 5ാമത്തെ ചാപ്റ്ററിന് ചോദ്യം ഉണ്ടായിട്ടില്ല. സമാനമായി 2019 നോക്കിയേ, 2019 ഫസ്റ്റ് ചാപ്റ്ററിന് 39 മാർക്ക്, സെക്കൻഡ് ചാപ്റ്ററിന് 43 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. തേർഡ് ചാപ്റ്ററിന് 18ഉം ഫോർത്ത് ചാപ്റ്ററിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളായിരുന്നു, ഒരു ജനറൽ ക്വസ്റ്റ്യൻ. ദെൻ അതേപോലെ 2022 നോക്കൂ, 39, 35 ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ, അതായത് സമാന്തര ശ്രേണികളും വൃത്തങ്ങളും. 14 മാർക്കിന് പ്രോബബിലിറ്റിയിൽ നിന്നും 17 മാർക്കിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ചോദിച്ചു. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ദെൻ കഴിഞ്ഞ വർഷം 35 മാർക്കിന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചെങ്കിൽ 39 മാർക്കിന് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും, 13 മാർക്കിന് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും, 17 മാർക്കിന് നാലാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഈ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നോക്കൂ മക്കളെ, എന്താണ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് ചോദ്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ മക്കളെ, ഇനി വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്കും നമുക്ക് ഏകദേശം ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു 35-40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 35-40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10-15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, നാലാമത്തെ ചാപ്റ്ററിൽ ഒരു 10-15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ
ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന 7:15 നടക്കുന്ന പക്കാ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവിലേക്ക് വന്നോ. ഓണപരീക്ഷയിലേക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് നമ്മളിത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻസ് ലീക്ക് ആവാൻ പോവുകയാണ്. പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ലൈവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ചൊവ്വാഴ്ച രാത്രി 7:15 സൈനു സാറെത്തും. മക്കളെ, നിങ്ങൾ ഉണ്ടാവില്ലേ? ഇറ്റ്സ് മീ സൈനുൽ ആബ്ദീൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.